വയോജന സംഗമം മധുരം ചുണ്ട വയോജന ക്ലബ്ബിൽ നടന്നു. This news is brought to you by സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കുടുംബശ്രീ ജില്ലാ മിഷൻ കണ്ണൂർ പയ്യന്നൂർ ബ്ലോക്ക് തല വയോജന സംഗമം മധുരം ചുണ്ട വയോജന ക്ലബ്ബിൽ നടന്നു. ഉദ്ഘാടന യോഗത്തിൽ കുടുംബശ്രീ CDS മെമ്പർ സെക്രട്ടറി P. അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ഒരു വയോജനങ്ങൾക്കായിട്ടൊരു നിയമം, ഒരു വയോജന കമ്മീഷൻ നിലവിലുള്ളത്. ഈ വലിയ മഹാരാജ്യത്ത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. കഴിഞ്ഞ 2025 സെപ്റ്റംബർ 3 നമ്മുടെ രാജ്യത്ത് വിവിധ അവകാശങ്ങൾ വാർദ്ധക്യത്തിലോട്ട് കടന്നു പോകുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വലിയ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് 2025 സെപ്റ്റംബർ 3 തിരുവനന്തപുരം ആസ്ഥാനമാക്കിക്കൊണ്ട് ശ്രീ സോമപ്രസാദ് ചെയർമാൻ ആയിക്കൊണ്ട് വലിയൊരു വയോജന കമ്മീഷൻ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനത്താണ് നമ്മൾ ഇത്തരം വയോജന സംഗമത്തിൽ കൂടിയിരിക്കുന്നത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി ഉദ്ഘാടനം ചെയ്തു. ഈ 100 വയസ്സിൽ കൂടുതലുള്ള ആളുടെ ഒരു കണക്ക് CDSന്റെ 25,000. 100 വയസ്സിൽ കൂടുതലുള്ളവർ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരു കണക്കാണ്. 90 വയസ്സിൽ മേലെയുള്ള ലക്ഷക്കണക്കിന് ആളാണ്. ഇതെല്ലാം വെറുതെ ഉണ്ടായതാണോ? 60 വയസ്സിന് മേലെയുള്ളവരെയാണ് വയോജനങ്ങൾ കണക്കാക്കുന്നത്. ഇപ്പൊ 60 വയസ്സൊക്കെ പറഞ്ഞ കുഞ്ഞു ചെറുക്കനല്ലേ, എന്റെ കുഞ്ഞു ചേച്ചിയില്ലല്ലേ. ഏതാണ്ട് കേരളത്തിന്റെ മൊത്തത്തിൽ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് മൊത്തം ശരാശരി ആയുർദൈർഘ്യം 60 ആണ് അല്ലെ. 60-62 മൊത്തത്തിൽ മരിക്കുന്നു. ഇവിടെ നമ്മുടെ 2011 സെൻസസ് അനുസരിച്ച് തന്നെ കേരളത്തിന്റെ സ്ഥിതി 72. ഇപ്പൊ 72 ആണോ? 80 വയസ്സായാലും അത്രമാത്രം വലിയ പ്രായമൊന്നുണ്ടെന്ന് തോന്നാത്ത നിലയിലേക്ക് നമ്മുടെ നാടെത്തുകയാണ്. വയോജനങ്ങളുടെ എണ്ണം കൂടുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഐശ്വര്യല്ലേ. എൻ്റെ വീടിന്റെ മുറ്റത്ത് എൻ്റെ വല്യമ്മ നല്ല സന്തോഷത്തോടെ ചിരിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. പ്രയാസവും അസുഖവും വിഷമവും വാദവും ഒക്കെ വരാം, ചെറിയ വിഷമമൊക്കെ വരുമല്ലോ. ആ വിഷമങ്ങളൊക്കെ വന്നാലും നമ്മുടെ നാടിനെ, നമ്മുടെ കേരളത്തിന്റെ ആയുർദൈർഘ്യം വർദ്ധിക്കുക. നമ്മുടെ 28 സംസ്ഥാനത്ത് വ്യത്യസ്തമായി കേരളത്തിൽ നമ്മൾ ജനിച്ചുപോയി എന്ന കാരണം കൊണ്ട് തന്നെ പ്രിയപ്പെട്ട 10-18 വർഷം നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവും. 1 മണിക്കൂർ അല്ലേ ചിലർ പറയുന്നില്ലേ, ആരായ ചിലർ മറ്റൊരു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ചിലർ പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ്. അവസാനം 1 മിനിറ്റ് കൂടെ ഒന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഈ മനോഹരമായ ഭൂമി ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹമൊക്കെ നടക്കുന്ന സ്ഥലത്താണ് നമ്മൾ മറ്റ് സംസ്ഥാനത്ത് വ്യത്യസ്തമായി കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജനിച്ചത് കൊണ്ട് മാത്രം ഏതാണ്ട് 10-18 വർഷത്തിലധികം ജീവിക്കാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ നാട് വെറുതെയാണോ? നമ്മുടെ നാട് നേടിയ നേട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ ശിശു മരണ നിരക്കിനെ പറ്റി ഇതിനിടയ്ക്ക് പറഞ്ഞാ. ശിശു മരണ നിരക്ക് 1000 ആളെ എടുത്താൽ 1,00,000 ശിശുക്കളുടെ കണക്കെടുത്താൽ അമേരിക്കയിൽ മരിക്കുന്നത് 6 ആണ്. കേരളത്തിലോ 5 ആട്ടോ. കേരളത്തിൽ 5. അമേരിക്കയുടെ ഏറ്റവും വലിയ ഉയർന്ന രാജ്യം, ഏറ്റവും സമ്പന്നമായ രാജ്യം, ഏറ്റവും വലിയ ചികിത്സ കിട്ടുന്ന രാജ്യം, എല്ലാ നിലയിലും ആളെ സംരക്ഷിക്കുന്ന രാജ്യം എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന അമേരിക്കയിൽ നിന്ന് വ്യത്യസ്തമായി ശിശു മരണ നിരക്ക് ഈ ലോകത്ത് അമേരിക്കയേക്കാൾ താഴെ നിൽക്കുന്ന നാട് നമ്മുടെ നാട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KD പ്രവീൺ, പഞ്ചായത്ത് അംഗങ്ങളായ KC ലക്ഷ്മണൻ, ജമീല കോളയത്ത്, CDS ചെയർപേഴ്സൺ KV സുനിതകുമാരി, NK തമ്പാൻ, P പത്മനാഭൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.